2025 മലയാള സിനിമയ്ക്ക് നഷ്ടത്തിന്റെ വർഷമായിരുന്നു. 530 കോടി രൂപയാണ് നഷ്ടമുണ്ടായിരിക്കുന്നത്. 860 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. പുറത്തിറങ്ങിയ 185 ചിത്രങ്ങളിൽ 150 പരാജയപ്പെട്ടു എന്നാണ് ഫിലിം ചേംബർ പറയുന്നത്. വിജയകുമാർ, എന്തായാലും ഈ കണക്ക് നമ്മളെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്നതാണ്. കാരണം നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചപ്പോൾ തന്നെ 185 ചിത്രങ്ങളിൽ ഏതാണ്ട് 150 ചിത്രങ്ങളും പരാജയപ്പെട്ടു. ആകെ വിജയിച്ചത് 35 ചിത്രങ്ങൾ മാത്രമാണ്. ഈ 35-ൽ 9 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, 16 ചിത്രങ്ങൾ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്ത് സാമ്പത്തിക വിജയം നേടാതെ OTT-യിൽ റിലീസ് ചെയ്ത് അങ്ങനെ മുതൽ മുടക്ക് ലഭിച്ച 10 ചിത്രങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 530 കോടി രൂപയുടെ നഷ്ടം ഈ ഒരു മലയാള സിനിമയ്ക്ക് 2025-ൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ചില സിനിമകളൊക്കെ തന്നെ 200 കോടി കളക്ഷൻ നേടിയപ്പോൾ തന്നെ മലയാള സിനിമയ്ക്ക് ഒരു ഉണർവ് ഉണ്ടായി എന്ന ഒരു പ്രതീക്ഷയാണ് ഉണ്ടായത്. പക്ഷെ അങ്ങനെയല്ല. പോയ വർഷവും മലയാള സിനിമയെ സംബന്ധിച്ചാണെങ്കിൽ നഷ്ടങ്ങളുടെ ഒരു വർഷമാണ്. 860 കോടി രൂപയുടെ ആകെ മുതൽ മുടക്കിൽ അതിൽ 530 കോടി രൂപ നഷ്ടം സംഭവിച്ചെന്നാണ് ഈ ഫിലിം ചേംബർ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഈ നിർമ്മാതാക്കളുടെ സംഘടന ക്രിസ്മസിന് പുറത്തിറങ്ങാനിരിക്കുന്ന 5 ചിത്രങ്ങൾ പുറത്തിറങ്ങാനിരിക്കെ ഏതാണ്ട് 360 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെ തന്നെ സംവിധായകരും അതോടൊപ്പം തന്നെ സിനിമയിലെ അണിയറ പ്രവർത്തകരൊക്കെ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ ഒരു അന്തിമ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അന്തിമ കണക്കിൽ ഏതാണ്ട് 35 ചിത്രങ്ങൾ മാത്രമാണ് വിജയിച്ചിരിക്കുന്നത്. അതിൽ സിനിമകളുടെ പേര് സഹിതമുള്ള പട്ടിക തന്നെ പുറത്തുവിട്ടില്ല. ആകെ ഒരു അന്തിമ കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, അതായത് മലയാള സിനിമ സംബന്ധിച്ച് പോയ വർഷവും അത്തരത്തിൽ വലിയ നഷ്ടമുണ്ടായിരുന്നു. ഈ വർഷം അങ്ങനെ വലിയ ഹിറ്റുകൾ അടിച്ച ഒരു സമയത്തും ഏതാണ്ട് 200 കോടിയുടെ കളക്ഷൻ. നമ്മൾ 100 കോടി ക്ലബിലേക്കൊക്കെ കൂടുതൽ സിനിമകൾ വരുന്ന വാർത്തകളൊക്കെ കാണാറുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, 530 കോടിയുടെ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് 2025-ൽ ഉണ്ടായത്. പുറത്തിറങ്ങിയ 185 ചിത്രങ്ങളിൽ 150 പരാജയപ്പെട്ടു, തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു എന്ന വാർത്തയാണ് നമ്മളെ ഞെട്ടിക്കുന്നത്.